ഹായ്, ഇന്ന് എനിക്ക് ട്രാക്കിൽ നിന്ന് ഒരു 60 രൂപ പോയിൻ്റ് ഒരു ഓട്ടം കിട്ടി. നമ്മുടെ അടുത്തുള്ളൊരു നാട് തന്നെയാണ്, ചീരക്കുഴിയാണ് സ്ഥലത്തേക്ക്. അപ്പോൾ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു പഴയ വീടുണ്ട്. ഞാൻ വലിയ പഴക്കമല്ല, 100 വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്കൊരു തോന്നൽ. അപ്പോൾ ഇത് കണ്ടോളൂ, ഇതാണ് ആ വീട്. ഇത് ചീരക്കുഴി മാനുവാക്കാരുടെ ഒരാളുടെ വീടാണിത്. പക്ഷെ അത് മൂപ്പരുണ്ടാക്കിയല്ല, മൂപ്പരും വാപ്പ ഉണ്ടാക്കിയതാണെന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പോഴൊരു കേടില്ലാതെ ഇങ്ങനെ നിലക്കുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മരങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മരങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ മാതിരി മൂപ്പാകാതെ വെട്ടില്ല. അന്നത്തെ കാലത്ത് നല്ല മൂപ്പായിട്ട് ആശാരികളൊക്കെ ആ മരത്തിനോട് ചോദിച്ചിട്ടാണ് വെട്ടലെന്നൊക്കെയാണ് പറയാനായിട്ടത്. അത്രയും പാക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിർമ്മിച്ച വീടുകളാണ് ഇതൊക്കെ. അതുകൊണ്ടാണിത് ഇങ്ങനെ നിലക്കാല മെയിൻ കാരണം. പിന്നെ നമ്മൾ കോൺക്രീറ്റ് വീടിൽ ഇപ്പം ഇനി എന്തെല്ലാം മാത്താക്കൂത്ത് നടത്തിയാലും ഇതിൻ്റെ ആ ഒരു പ്രൗഢിന് കിട്ടില്ല. എന്താ പറയല്ലേ, ഇതേമാതിരത്തെ ഒരു വീടിനേക്കാളും ഉഷാർ വീട് ഇവരെ തറവാടാണല്ലോ. അത് ഇവിടെ വെലങ്ങപ്പുറം എന്ന സ്ഥലത്തിന് നേരെ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഉണ്ട്. അതിന് 250 വർഷം പഴക്കമുണ്ടെന്നാണ് ഇപ്പോൾ ഈ മോനാക്കാരോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അത് നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ വഴിയിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ആ വെലങ്ങപ്പുറം കണ്ട് ആ കയറ്റം തുടങ്ങുന്നിടത്ത് തന്നെ 2 കാളക്കൊമ്പൊക്കെ വെച്ചിട്ട് അതുവരെ തറവാടാണ്. അതൊന്ന് കണ്ടു നോക്കി. അപ്പോൾ ഓക്കെ, ബായ്.